Hello friends, voice on പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ ആണ് ചെയ്യുന്നത്. നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏത് പ്രോഡക്റ്റ് ആണെന്ന്. നമ്മൾ Dizo Watch 2ന്റെ ഫസ്റ്റ് ഇംപ്രഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ പലരും കേട്ടിട്ടുണ്ടാകും ഇത് റിയൽമിയുടെ ഒരു സബ് ബ്രാൻഡ് ആയിട്ടാണ് ഈ Dizo എന്ന് പറയുന്ന ബ്രാൻഡിങ്ങിൽ പ്രോഡക്ട്സ് വരുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ആക്ച്വലി നമുക്ക് ഇന്ന് കിട്ടിയതേ ഉള്ളൂ. കിട്ടിയ ഉടനെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു ബോക്സിലാണ് നമുക്ക് Dizo Watch 2 എന്ന് പറയുന്ന ഈ സ്മാർട്ട് വാച്ച് നമുക്ക് വരുന്നത്. സോ ബോക്സിൽ ഇവിടെ മുകളിൽ തന്നെ ആയിട്ട് നമുക്ക് Dizo Watch 2 എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ തടുക്കായിട്ട് അവർ നമ്മളുടെ സ്മാർട്ട് വാച്ചിൻ്റെ മോഡൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ബ്ലാക്ക് വേരിയൻ്റ് ആണ് ഓപ്റ്റ് ചെയ്തത്. എനിക്ക് തോന്നുന്നത് ബ്ലാക്ക് വേരിയൻ്റ് ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം നമ്മൾ വളരെ വർക്കൗട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കും പോകുമ്പോഴും ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പം കുറേ നാൾ ബ്ലാക്ക് ആകുമ്പോൾ നല്ല രീതിയിൽ വൃത്തിയായിട്ടിരുന്നോളും. പിന്നെ ഇതിൻ്റെ താഴോട്ട് വരുവാണെങ്കിൽ നമുക്ക് താഴെ റിയൽമി ടെക് ലൈഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ അതിനുശേഷം നമ്മൾ ബാക്ക് സൈഡിലോട്ട് വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് Dizo Watch 2 എന്ന് എഴുതിയിട്ടുണ്ട്. മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. സോ ഇതെനിക്ക് ഏകദേശം ഒരു 2-3 ഡേയ്സിനകം തന്നെ നമുക്കിത് കയ്യിൽ വന്നിരുന്നു. ബാംഗ്ലൂരിൽ നിന്നായിരുന്നു ഷിപ്പ് ചെയ്തത്. അപ്പം 2-3 ഡേയ്സിനകം തന്നെ വന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ സൈഡിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇവിടെ തന്നെ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് 4.3 സെൻറ്റിമീറ്റർ ഡിസ്പ്ലേ ആണ്. ബ്രൈറ്റ് ഫുൾ ടച്ച് സ്ക്രീൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 15 സ്പോർട്സ് മോഡ് ഇതിൽ ലഭ്യമാണ്. പിന്നെ നമുക്ക് വരുന്നത് ബ്ലഡ് ഓക്സിജൻ ആൻഡ് ഹാർട്ട് റേറ്റ് മോണിറ്റർ ഉണ്ട്. അതുപോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻസ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. 10 ഡേ ബാറ്ററി ലൈഫ് ഉണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. സോ വി ഹാവ് ടു ചെക്ക് ഇൻ. നമുക്ക് നോക്കാതെ നമുക്കത് പറയാൻ പറ്റില്ല എത്രത്തോളം കിട്ടുമെന്നുള്ള കാര്യം. പിന്നെ 100+ സ്റ്റൈലിഷ് വാച്ച് ഫേസ് എന്നും കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്ന കാര്യമായിരിക്കും. സോ നിങ്ങളുടെ കൂടെ തന്നെയാണ് ഞാനും ഈ ഒരു മോഡൽ നോക്കുന്നത്. സോ വേറെ എന്തെങ്കിലും നമുക്ക് കൊടുത്തിട്ടുണ്ടോ നോക്കാം. ഇവിടെ മോഡൽ നമ്പറും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ട് 5 വോൾട്ട് 0.5 ആംപിയർ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കളറ് ക്ലാസിക് ബ്ലാക്ക് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഞാൻ സെലക്ട് ചെയ്തത്. അത് MRP കൊടുത്തിരിക്കുന്നത് 4000 ആണ്, 3999. എനിക്കിത് 1999 ആണ് കിട്ടിയത്, 2000. ബാക്കി ഇതുണ്ട് 260 mAh ആണ് ബാറ്ററി എന്നും കൊടുത്തിട്ടുണ്ട്. സോ ബാറ്ററി ലൈഫും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഡെപ്ത് നോക്കിയാൽ മാത്രമേ പറയാൻ പറ്റും. എനിവേ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. സോ നമുക്ക് ഇനി വാച്ച് അൺബോക്സ് ചെയ്യാം. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയാണ് കാണുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് പാക്കിങ് കാര്യങ്ങളൊക്കെ. ഓക്കെ, ഈ സൈഡിലൊന്നുമില്ല. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് നമ്മുടെ വാച്ച് വെച്ചിട്ടുണ്ട്. വാച്ച് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കേസിലാണ് വരുന്നത്. വാച്ച് നമുക്ക് അങ്ങ് തൽക്കാലം അങ്ങോട്ട് വെക്കാം. അത് കൂടാതെ വലിയ കാര്യങ്ങളൊന്നും ഇതിൻ്റെ കൂടെ കാണില്ല, നമുക്കറിയാം. പിന്നെ വരുന്നത് നമുക്കൊരു യൂസർ മാനുവൽ വരുന്നുണ്ട്. Dizo Watch 2 എന്ന് അതിൽ എഴുതിയിട്ടുണ്ട്, യൂസർ ഗൈഡ്. പിന്നെ അത് കൂടാതെ നമുക്ക് വരുന്നത് യൂസർ ഗൈഡ് വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് വരുന്നത് നമുക്കൊരു കേബിളാണ്. ഇത് മിക്കവാറും Type A to Type C ആയിരിക്കും. സോ ഇത്രയും കാര്യങ്ങളെ നമുക്ക് ബോക്സ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വാച്ചിലോട്ട് പോകാം. സോ വാച്ച് നമുക്ക് പുറത്തെടുക്കാം. ഈ ഒരു പ്ലാസ്റ്റിക് ഇതിലാണ് വന്നിരിക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് ഇവിടെ ആദ്യം തന്നെ നോക്കുമ്പോൾ അത്യാവശ്യം വലിയ ഡിസ്പ്ലേ ആണ്. ഞാൻ അധികം ഇങ്ങനെയുള്ള വാച്ചസ് യൂസ് ചെയ്യില്ല. നോർമൽ വാച്ചസ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. സോ ഞാൻ അധികം ഉപയോഗിച്ചില്ല. അപ്പം എന്നാലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ സൈസ് എനിക്കിതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഈ ഒരു നമ്മളെ സ്ട്രാപ്പിനും. പിന്നെ ഇവിടെ അവർ Dizo എന്ന ബ്രാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. Dizo എന്ന ബ്രാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ മൊത്തത്തിൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്. വലിയൊരു ഹെവി ആയിട്ട് തോന്നുന്നില്ല. എന്തായാലും നമുക്കത് ഇൻഡെപ്ത് റിവ്യൂ അതെല്ലാം ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും. സോ നമുക്കിത് അൺറാപ്പ് ചെയ്യാം. സോ എനിവേ നമ്മൾ അൺറാപ്പ് ചെയ്തു. കൊള്ളാം കേട്ടോ, നല്ല ഡിസ്പ്ലേ സൈസുണ്ട്. ചിലതിനൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ചെറിയ ഡിസ്പ്ലേ ആയിരിക്കും. അപ്പം ഒരുപാട് ചെറുതായാലും പ്രശ്നം, ഒരുപാട് വലുതാണെങ്കിലും വൃത്തികേടാണ്. എന്നാലും ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ് മൊത്തത്തിൽ. ബാക്ക് സൈഡിൽ പ്രത്യേകിച്ച് അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. എനിക്കൊന്ന് വാട്ടർ റെസിസ്റ്റൻ്റ് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കൊടുത്തിരിക്കുന്നത്. സോ എനിവേ നമുക്ക് ഫസ്റ്റ് ടൈം ഇതൊന്ന് ബൂട്ട് ചെയ്യാം. യെസ്, ആദ്യം തന്നെ Dizo എന്ന് എഴുതി കാണിച്ചു. അതിനുശേഷം നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. സോ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും
നമുക്കൊരു QR കോഡ് സ്കാൻ ചെയ്യാൻ വരുന്നുണ്ട്. നമുക്ക് എൻ്റെ കയ്യിൽ ഒരു റിയൽമിയുടെ ഫോണുണ്ട്. സോ നമുക്ക് റിയൽമിയുടെ ഫോൺ വെച്ച് തന്നെ നമുക്കിതൊന്ന് സ്കാൻ ചെയ്യാം. ഞാൻ ഗൂഗിൾ സ്കാൻ വെച്ചാണ് നോക്കുന്നത്. റിയൽമിയുടെ ഫോണാകുമ്പോൾ അത്യാവശ്യം നമുക്ക് ഈ വേണ്ടുന്ന ആപ്പൊക്കെ മിക്കവാറും നമ്മളുടെ ഫോണിലുള്ള തന്നെ ആയിരിക്കും. ഓക്കെ, സോ ഡിസോ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ആക്ച്വലി എൻ്റെ ഫോണിൽ റിയൽമി ലിങ്ക് എന്ന് പറയുന്ന ആപ്പ് ഓൾറെഡി ഉണ്ട്. പക്ഷെ നമുക്കത് കൂടാതെ നമുക്ക് ഡിസോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നാണ് പറയുന്നത്. ഇനി നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. സോ നമ്മൾ ഡിസോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. സോ നമുക്കിനി എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും സെറ്റപ്പും ഒന്ന് നോക്കാം. സോ ഡിസോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. ഇറ്റ്സ് ഓപ്പണിങ്. സോ ലോഗിൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. സോ ലെറ്റ് മീ ഡു വൺ തിങ്. ഞാൻ ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ബാക്കി വീഡിയോ എടുക്കാം. സോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഡിസോ ആപ്പ് ഞാൻ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. അതായത് നമുക്കൊരു മെയിൽ ഐ ഡിയും പാസ്വേഡും മാത്രം മതി. അതിനുശേഷം നമുക്ക് ലോഗിൻ ചെയ്യാം. സോ വെൽക്കം ടു ഡിസോ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ടെന്ന് കൊടുത്ത് നോക്കാം. സോ വാട്ട്സ് ജെൻഡർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബേസിക്കലി ചോദിക്കുന്നത്. സോ ബർത്ത്ഡേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. സോ സെറ്റ് ചെയ്തിട്ട് ബാക്കി വീഡിയോ ഞാൻ കാണിക്കാം. സോ നമ്മളിതാണ് ഡിസോ വാച്ച് കണക്റ്റഡ് എന്ന് നമ്മൾ വന്നു കഴിഞ്ഞു. സോ ഇനി നമുക്ക് വാച്ചിലോട്ട് പോകാം. സോ ഇംഗ്ലീഷ് ലാംഗ്വേജ് മതിയല്ലോ നമുക്ക്. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. സോ നമുക്ക് ഏത് ഡിവൈസ് വേണമെങ്കിലും ഡിസോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. സോ അതുകൊണ്ട് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. റിയൽമി ഫോൺ തന്നെ വേണോ എന്നൊക്കെ ഡൗട്ടുള്ളവർ ചിലപ്പം കാണും. അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. ആ ബ്ലാക്ക് തന്നെ ആയാലും ഈ പ്രൈസിന് നല്ലൊരു ബ്ലാക്കിഷ് ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. അതുകൂടാതെ തന്നെ ബാക്കിയുള്ള കാര്യം നോക്കുകയാണെങ്കിൽ വലിയൊരു ബെസൽ ഉള്ള പോലെ തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇമേഴ്സീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഡിസ്പ്ലേയിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളിലോട്ടും പോകാം. സോ ഫസ്റ്റ് ഇംപ്രഷനാണ്. സോ എനിക്ക് തോന്നുന്നു മേളിൽ നിന്ന് നമുക്ക് നോട്ടിഫിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഡിവൈസ് ഫോണുമായിട്ട് കണക്ട് ചെയ്താൽ വാട്സപ്പ് നോട്ടിഫിക്കേഷൻസോ മെസ്സേജസോ അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് വാച്ചിൻ്റെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിലോ ഇവിടെ ആയിരിക്കും വരുന്നത്. അപ്പോൾ താഴെ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് ആക്ച്വലി നമുക്കിൻ്റെ മെയിൻ മെനുവിലോട്ട് നമ്മൾ പോകുന്നത്. അതായത് ഇവിടെ നമുക്ക് മെയിനായിട്ടും വരുന്നത് ഇവിടെ ആക്ടിവിറ്റി ഡേറ്റ, അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ്, SpO2, സ്ലീപ്പ്, വർക്കൗട്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ടും വരുന്നത്. അലാറം ക്ലോക്ക്, വെതർ, അത്യാവശ്യം ഒരു സ്മാർട്ട് വാച്ചിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നാണ് എൻ്റെ ഒട്ടോറിറ്റി തോന്നുന്നത്. ടൈമർ, സ്റ്റോപ്പ് വാച്ച്, മ്യൂസിക് നമുക്ക് പ്ലേ ചെയ്യാൻ കൺട്രോൾ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. ഫീമെയിൽ ഹെൽത്ത്, അതുപോലെ തന്നെ ഫൈൻഡ് മൈ ഫോൺ, പിന്നെ നമുക്ക് സെറ്റിങ്സ് ബട്ടണും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മെനു ബട്ടണിൽ മെയിനായിട്ടും വരുന്നത്. ഇപ്പം കറൻറ്റ്ലി ആയതുകൊണ്ട് നമുക്ക് ദർ ഇസ് നോ റെക്കോർഡ്സ്. ഇനി നമുക്ക് ബാക്കിയുള്ള എന്തെങ്കിലും സ്പെസിഫിക് എനിക്ക് തോന്നുന്നു സ്വൈപ്പ് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് നമുക്ക് നമ്മുടെ സെറ്റിങ്സ്, അതുപോലെ തന്നെ ഫ്ലാഷ് ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, ബാറ്ററി സ്റ്റാറ്റസ് ഒക്കെയാണ് ഈ ഒരു സ്വൈപ്പിൽ വരുന്നത്. സോ അവർ നല്ല രീതിയിൽ അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള ഒരു വാച്ചാണെന്ന് ആക്ച്വലി ഇത് കണ്ടാൽ ഒരു പക്ഷേ തോന്നത്തുള്ളൂ. ഈ സ്വൈപ്പിൽ എന്തെങ്കിലും ഉണ്ട്, ഇതിലാണ് നമ്മൾ ആക്ച്വലി നമ്മളുടെ സ്റ്റെപ്സും കലോറിയും കാര്യങ്ങളും എല്ലാം വരുന്നത്. തീരെ ചെറിയ അക്ഷരമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ 0 കാലോറീസ് ഒക്കെയാണ് ഇപ്പം കിടക്കുന്നത്. അപ്പോൾ സ്റ്റെപ്സും കലോറീസും കിലോമീറ്ററും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ ഇനിഷ്യൽ ഇംപ്രഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി പിന്നെ ഇവരുടെ ആപ്പും നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു UI ആണ്. നമുക്ക് മിക്കവാറും ഇത് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ആപ്പ് ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇതിൽ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും ഹാർട്ട് റേറ്റും കാര്യങ്ങളും എല്ലാം, സ്ലീപ്പ് കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതിലും ഡേറ്റ വരുന്നതായിരിക്കും. സോ ഫസ്റ്റ് ഇംപ്രഷനിൽ ആക്ച്വലി എനിക്ക് നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് പ്രോഡക്റ്റിന്. ഇതിപ്പം 2000 എനിക്ക് ഭയങ്കര വേർത്തായിട്ട് തോന്നുന്നുണ്ട്. അത്യാവശ്യം ഹാർഡ് മെറ്റീരിയലുമാണ്. സോ എനിവേ നമുക്കൊന്ന് റിസ്റ്റിലൊന്ന് ഇട്ട് നോക്കുമ്പോൾ എത്രത്തോളം കംഫർട്ട് ഉണ്ടെന്ന് നോക്കാം. സോ ഫ്രണ്ട്സ്, ഞാനിതിപ്പോൾ നമ്മൾ റിസ്റ്റിൽ കെട്ടി നോക്കിയിരിക്കുകയാണ് വാച്ച്. ഒട്ടും ഹെവി അല്ല കേട്ടോ, വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. വേറെ പ്രോബ്ലം ഒന്നും തോന്നുന്നില്ല. അത്യാവശ്യം നല്ല ഒരു സ്ട്രാപ്പുമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഡിസ്കംഫർട്ടൊന്നും തോന്നുന്നില്ല. എനിവേ കുറച്ച് നേരം യൂസ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്കിത് മനസ്സിലാവുന്നത്. അപ്പം മാത്രമേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റൂ. സോ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് അൺബോക്സിങ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷനിൽ പോകുന്നത്. ഫസ്റ്റ് ഇംപ്രഷൻ ആക്ച്വലി വളരെയധികം ഇമ്പ്രസ്ഡ് ആയിട്ടുണ്ട് ഈ ഒരു പ്രോഡക്റ്റിൽ. ഇനി എന്തായാലും ഞാൻ ഒരു ആഴ്ചയോളം അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 3-5 ഡേയ്സെങ്കിലും ഒക്കെ ഉപയോഗിച്ചാലാണ് നമുക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതലും ഡെപ്തിൽ മനസ്സിലാവാൻ സാധിക്കുന്നത്.
സോ അത് നിങ്ങളുടെ ഒരു റെസ്പോൺസ് അനുസരിച്ചായിരിക്കും ഞാൻ ചെയ്യുന്നത്. അതായത് നല്ലൊരു റീച്ച് ഈ വീഡിയോയ്ക്ക് റീച്ചിനേക്കാൾ ഉപരിയായിട്ട് നല്ലൊരു ഓഡിയൻസ് ഇതിന് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇൻഡെപ്ത് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഹെൽപ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഡിസോ വാച്ച് 2 എന്തായാലും നോക്കുന്ന എല്ലാവരും ഈ വീഡിയോ കണ്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന് ഫസ്റ്റ് ഇംപ്രഷൻ ആണ്, അപ്പോൾ ഡീറ്റെയിൽ റിവ്യൂ ഉടനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ ഹെൽപ്ഫുള്ളായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിലോട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നോട്ടിഫിക്കേഷനിൽ ഓളും ഇനോബിൾ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാ അപ്ഡേറ്റ്സും ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻഡെപ്ത് റിവ്യൂ ആയിട്ട് നമുക്ക് വരാം, അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ.